ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. ചേലക്കര വെങ്ങാനല്ലൂർ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററും റൈറ്റ് വിഷൻ ന്യൂസും സംയുക്തമായി സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റും റൈറ്റ് വിഷൻ ചാനൽ മാനേജിംഗ് ഡയറക്ടറുമായ ഗോപി ചക്കുന്നത്ത് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. ഇന്ന് 29 വർഷത്തിന് ശേഷം 80ാം സ്വാതന്ത്ര്യദിനത്തിലേക്ക് കടക്കുമ്പോൾ ആ സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടി പ്രയത്നിച്ച, ജീവൻ നഷ്ടപ്പെട്ട, എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി പ്രയത്നിച്ചവരെ ഈ നിമിഷം ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കൊല്ലവും ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻ്ററും റൈറ്റ് വിഷൻ ന്യൂസും ചേർന്ന് നടത്തുന്ന ഈ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു ഭാരതീയൻ എന്ന നിലയിൽ, അതിനപ്പുറം ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ അഭിനന്ദനം നൽകുകയാണ്. സ്വാതന്ത്ര്യം രാഷ്ട്രീയ പാർട്ടികൾ മലിനീസമാക്കുന്നുണ്ടോ എന്ന സംശയം അദ്ദേഹം പങ്കുവച്ചു. വരും തലമുറകൾ രാഷ്ട്രത്തിന്റെ ഭാവിക്ക് വേണ്ടി നൂതന ടെക്നോളജികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ട 200 വർഷങ്ങൾ മഹത്തായ നമ്മുടെ ഭാരതത്തെ കൊള്ളയടിച്ചുകൊണ്ട്, ഭാരതത്തിന് സർവ്വവും നശിപ്പിച്ചുകൊണ്ട്, ഓരോ ഭാരതീയന്റെയും മനസ്സിനെയും ശരീരത്തെയും ചങ്ങല കൊണ്ട് വലിച്ചു മുറുക്കി ഈ രാജ്യത്തെ കൊള്ളയടിച്ച ബ്രിട്ടീഷുകാർ ഇന്ന് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി ഏകദേശം 80 വർഷം പിന്നിടുകയാണ്. ഈ സുദിനത്തിൽ ഓരോ ഇന്ത്യക്കാരും ഓർമ്മിക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി മുതൽ അടിയന്തരാവസ്ഥക്കാലത്ത് മർദ്ദനം മൂലം മരിച്ച മെതുകിലെ കണാരൻ വരെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി പ്രയത്നിച്ചവരാണ്. അന്ന് അവരെല്ലാവരും രാഷ്ട്രീയക്കാരായിരുന്നു. അന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഈ 80 വർഷം പിന്നിടുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ കപട രാഷ്ട്രീയക്കാരെ കൊണ്ട് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം കിട്ടാത്തൊരവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് സംശയിച്ചു പോകുന്നു. നമുക്കെല്ലാം അറിയാം, ശ്രീ അജി പറഞ്ഞതുപോലെ നമ്മുടെ ഭാരതം ലോകത്തിൽ 4ാമത്തെ ഏറ്റവും വലിയ രാജ്യമായി, ശക്തിയായി മാറിയിരിക്കുന്നു. യാതൊരു സംശയവുമില്ല, ഭാരതം ഇത്തരത്തിൽ മുന്നേറുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ ഇതുമാതിരി ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ മഹത്തായ രാജ്യമാണ് ഭാരതം എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. ആൽഫ പാലിയേറ്റീവ് ഗവേണിംഗ് കൗൺസിൽ അംഗം അജിത് താനിക്കൽ സ്വാതന്ത്ര്യത്തിന്റെ വഴികളെന്ന വിഷയത്തിൽ ലഘു പ്രഭാഷണം നടത്തി. ഇനി ഇന്ത്യ റൂൾ ചെയ്യേണ്ടത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ ചെയ്യേണ്ട കാര്യമില്ല. ബ്രിട്ടീഷ് രാജ്യം ഇന്ത്യ ഭരിക്കാമെന്നുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിഡ്രോ ചെയ്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഒരുപാട് സമരങ്ങൾ നടക്കുന്നു. 1784 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു. ഓൺലി ഫോർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മാത്രമായിട്ട് ആ ഒരു സംഘടന എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖേന ആ പ്രസ്ഥാനം വരുന്നു. ഓൺലി ഫോർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മാത്രമായിട്ട്. അതിനുശേഷം വീണ്ടും ഈ ഓർഗനൈസേഷൻ ഈ സമരം കൊണ്ടുവന്നു. 1917 ബീഹാറിൽ ചമ്പാൻ സമരം എന്ന് പറയുന്ന ഒരു സമരം പുറപ്പെടുന്നു. ചമ്പാൻ സമരം എന്ന് പറയുന്നത് മഷി ഉൽപ്പാദിപ്പിക്കുന്നതിന് എതിരായിട്ടുള്ളതാണ്, ടാക്സ് വരുന്നതിനെതിരായിരുന്നു. അതിന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു അവസ്ഥ വരുന്നു. 1920 ഉപ്പ് സത്യാഗ്രഹം തുടങ്ങുന്നു. പിന്നീട് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് എന്താണ്? ഡു ഓർ ഡൈ, ഒന്നില്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന ഒരു ആശയത്തെ വെച്ച് വളരെ വലിയ ഒരു സ്വാതന്ത്ര്യ സമരം നടത്തുന്നു. ഈ സ്വാതന്ത്ര്യ സമരത്തിലെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നോക്കുമ്പോൾ ഒരു 2 പോയിന്റുകൾ കാണാനായിട്ട് പറ്റുന്നത്. മെയിനായിട്ട് പോയിന്റ് ഒന്ന് അഹിംസ എന്ന് പറയുന്ന ഒരു പോയിന്റിലും, ഒന്ന് അഗ്രഷനോട് കൂടി നിൽക്കുന്ന ഒരു വിഭാഗവും. അങ്ങനെ 2 രീതിയിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനം പോലെയല്ല, എല്ലാത്തിനെയും ഉപേക്ഷിക്കുക, ഒരു കാരണവശാലും എല്ലാത്തിനെയും തിരസ്കരിക്കുക, നിയമങ്ങളെ തിരസ്കരിക്കുക എന്ന രീതിയിൽ ആ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയും 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ്.
പാലിയേറ്റീവ് ട്രഷറർ ഷിജി, ഫിസിയോതെറാപ്പിസ്റ്റ് ഗോകുൽ, ഹോം കെയർ നഴ്സുമാരായ രുതിക, രശ്മി, പാലിയേറ്റീവ് വളണ്ടിയറും റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ ജോയ്, റൈറ്റ് വിഷൻ കുടുംബാംഗങ്ങളായ സുനിൽ, സാരംഗ്, സമീർ, വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ 50ാം സ്വാതന്ത്ര്യദിന പരിപാടിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മുടെ പേഷ്യൻസും നമ്മുടെ സ്റ്റാഫുകളും എല്ലാവരും ഇതിൽ ഒന്ന് ചേർന്ന് നമ്മൾ ഒന്നാണെന്നാണ് ഇതിൽ നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ആൽഫ പാലിയേറ്റീവിൻ്റെ കുടുംബാംഗങ്ങൾക്കും റൈറ്റ് വിഷൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. പാലിയേറ്റീവിൻ്റെ കുടുംബങ്ങൾക്കും റൈറ്റ് വിഷൻ്റെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഒരു കുടുംബമായി പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന നമ്മുടെ ധീര ദേശാഭിമാനികളെ ഓർക്കുന്നതോടൊപ്പം അടുത്ത തലമുറയ്ക്ക് കൂടി ഈ ദിനം ഓർമ്മിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പം ഈ 80ാം സ്വാതന്ത്ര്യദിനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് സത്യത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ എന്ന് തോന്നുന്നു. അതറിയണമെങ്കിൽ അടിമത്തം എന്താണെന്ന് നമ്മൾ അറിയണം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് മാത്രമാണ് സ്വാതന്ത്ര്യമെന്ന് കരുതും. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിലാവുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു മനോഹാരിത മനസ്സിലാവുകയുള്ളൂ. അടിമത്തം എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം പഠിക്കണം. നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും എല്ലാം മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരല്ലാത്ത ഒരാൾ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വളരെ മനോഹാരിതയുണ്ട്. തുടർന്ന് മധുര വിതരണവുമുണ്ടായി. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം, ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിംഗ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ യുവർ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.